ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പാഠ്യഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 2 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. തീം 2 പ്രമേയം 2 എഴുത്തുവിദ്യയും നഗരജീവിതവും. ഇതിൽ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, റിവർ വാലി സിവിലൈസേഷനുകൾ ഇട്ടുണ്ട്, നദീതട സംസ്കാരങ്ങൾ, വിവിധ നദീതട സംസ്കാരങ്ങളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഇൻഡസ് വാലി സംസ്കാരം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൾഫ് നാടുകളിൽ നിലനിന്നിരുന്ന ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയ്ക്കുള്ള സമതലങ്ങളിൽ നിലനിന്നിരുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ആ പാഠ്യഭാഗത്ത് ആ സംസ്കാരം എന്നുണ്ടായി, എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഭാഷകൾ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാ പാഠങ്ങളും തുടങ്ങുന്ന പോലെ ഉറവിടങ്ങളെപ്പറ്റി, ഉറവിടങ്ങളെ 2ആയിട്ട് തരംതിരിച്ച് ആർക്കിയോളജിക്കൽ ഉറവിടങ്ങളെന്നും റിട്ടൺ ഉറവിടങ്ങളെന്നും. ആർക്കിയോളജിക്കൽ സോഴ്സസ്, റിട്ടൺ സോഴ്സസ് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ബൈബിളിക്കലായിട്ട് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രാധാന്യങ്ങളെക്കുറിച്ച് പരീക്ഷാസംബന്ധിയായ വലിയ പ്രാധാന്യമില്ലെങ്കിലും നമ്മൾ പറഞ്ഞു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസപ്പൊട്ടോമിയ ആൻഡ് ഇറ്റ്സ് ജിയോഗ്രഫി. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അപ്പം നോർത്തിലും പിന്നെ നോർത്ത് ഈസ്റ്റിലും സൗത്തിലും എന്തൊക്കെയായിരുന്നു ഉണ്ടായത്, എവിടെയാണ് നഗരം ഉണ്ടായത്. അപ്പോൾ അത് നിങ്ങളൊരു പേപ്പറിൽ ചാർട്ടായിട്ട് തയ്യാറാക്കി അത് പഠിച്ചു കാണും. ഉറപ്പായിട്ട് 4-5 മാർക്ക് നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിനുശേഷം സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ പ്രാധാന്യം, അതിനെക്കുറിച്ച് പറഞ്ഞു. നഗരവൽക്കരണത്തിൻ്റെ പ്രാധാന്യം 3-4 പോയിന്റ്സ് ആയിട്ട്. ഇന്ന് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ ടു സിറ്റീസ്, അതാണ് നമ്മൾ തുടങ്ങുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ ടു സിറ്റീസ്, നഗരത്തിലേക്ക് സാധനങ്ങളുടെ വരവ്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ ടു സിറ്റീസ്. മെസോപ്പൊട്ടോമിയ വാസ് റിച്ച് ഇൻ ഫുഡ് റിസോഴ്സസ്. അപ്പോൾ ആഹാര വസ്തുക്കളാൽ സമ്പന്നമായിരുന്നു മെസപ്പൊട്ടോമിയ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് അവിടുത്തെ കിട്ടുന്ന ആഹാര സാധനങ്ങളെന്ന്. ബട്ട് ഇറ്റ് ഹാഡ് ഓൺലി ഫ്യൂ മിനറൽ റിസോഴ്സസ്. അപ്പോൾ എല്ലാം തികഞ്ഞു വരത്തില്ലല്ലേ. അപ്പോൾ ധാതു വിഭവങ്ങൾ അവിടെ വളരെ കുറവായിരുന്നു. നിങ്ങൾ ധാതു വിഭവങ്ങൾ, മിനറൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്കറിയാം. Under this situation, the ancient Mesopotamians were forced to trade their textiles and agricultural produce for wood, copper, tin, silver, gold, shell and various stones from Turkey and Iran. അപ്പോൾ ഒരു സാധനം ഒരിടത്തുണ്ട്, മറ്റൊരിടത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അവിടെ കച്ചവടത്തിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ മെസപ്പൊട്ടോമിയൻസിനും അവരുടെ ടെക്സ്റ്റൈൽസും അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഒക്കെ കച്ചവടം ചെയ്യേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ വുഡ്. നല്ല വുഡില്ലായിരുന്നു. അവിടെ കിട്ടുന്ന പോപ്പുലർ എന്ന് പറയുന്ന തടി അത്ര നല്ല ബോട്ടുണ്ടാക്കാനൊന്നും പറ്റുന്ന സൈസ് കട്ടിയുള്ള തടിയൊന്നും അല്ലായിരുന്നു. പിന്നെ ആയുധങ്ങളുണ്ടാക്കാൻ കോപ്പർ അതില്ലായിരുന്നു. അപ്പോൾ കോപ്പറിനകത്ത് ടിൻ ചേർത്തിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ അഭാവം. സിൽവർ, ഗോൾഡ്, പിന്നെ ഷെല്ല്, ചിപ്പി ആൻഡ് വേരിയസ് സ്റ്റോൺസ് ഫ്രം തുർക്കി ആൻഡ് ഇറാൻ. വ്യത്യസ്തങ്ങളായ കല്ലുകൾ തുർക്കിയിൽ നിന്നും ഇറാനിലും ഒക്കെ അവർക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. കൺട്രീസ് ലൈക്ക് ടർക്കി ആൻഡ് ഇറാൻ ഹാഡ് അബണ്ടന്റ് മിനറൽ റിസോഴ്സസ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടുത്തെ സ്ഥിതി. തുർക്കിയിലും ഇറാനിലും ഒക്കെ ധാരാളം മിനറൽ റിസോഴ്സസ് ഉണ്ട്. ബട്ട് ദേ ലാക്ക്ഡ് എനഫ് ഫുഡ് റിസോഴ്സസ്. അപ്പം അവിടെ ഒരുപാട് ധാതു വിഭവങ്ങളുണ്ടെങ്കിലും ഭക്ഷ്യവിഭവങ്ങൾ വളരെ കുറവായിരുന്നു. This situation increased the possibility of regular exchange between these countries and Mesopotamia. അപ്പോൾ തുർക്കിയിലും ഇറാനിലും ഉള്ളത് മെസപ്പൊട്ടോമിയയിലില്ല, മെസപ്പൊട്ടോമിയയിലുള്ളത് അപ്പുറത്തില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ 2 സ്ഥലങ്ങളും തമ്മിൽ, കണ്ട സ്ഥലങ്ങളെല്ലാം തമ്മിൽ നിരന്തരമായ കച്ചവട ബന്ധങ്ങൾ നിലനിന്നിരുന്നു. റെഗുലർ എക്സ്ചേഞ്ച് വാസ് മെയ്ഡ് പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ സോഷ്യൽ സിസ്റ്റം ഇൻ മെസപ്പൊട്ടോമിയ. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും പറയുന്നു, ഈ തുടർച്ചയായ കച്ചവടം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സാമൂഹിക സംഘടന നിൽക്കണം.
കച്ചവടത്തിൽ അതിൻ്റെതായ നിയമങ്ങൾ പരിപാലിച്ച് അത് ആ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റം അവിടെ നിലനിന്നേ മതിയാവും. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് ആൾസോ നെസസറി ഫോർ അർബൻ ഡെവലപ്മെൻറ്റ്. നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട്, നല്ല ഗതാഗത സംവിധാനം അത്യാവശ്യമാണ്. ക്യാരിയിങ് ഗ്രെയിൻ ആൻഡ് ചാർക്കോൾ ഇൻ ടു സിറ്റീസ് ഓൺ പാക്ക് ആനിമൽസ് ഓർ ബുള്ളോക്കാർട്സ് വാസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ ഈ നഗരങ്ങളിലേക്ക് ധാന്യങ്ങളും കൽക്കരിയൊക്കെ വൻതോതിൽ കൊണ്ടുവരുന്നതൊക്കെ മൃഗങ്ങളുടെ മുഖത്ത് കിട്ടിയോ അല്ലെങ്കിൽ കാളവണ്ടിയിൽ കൊണ്ടുവരുന്നതൊക്കെ അത്ര എളുപ്പമല്ല. ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ബിസൈഡ്സ് ഇറ്റ് ടുക്ക് ടൂ മച്ച് ടൈം. അത് വളരെ ചിലവേറിയതാണ്, ഒരുപാട് സമയമെടുക്കുന്നതാണ്. ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് വാട്ടർ റൂട്ട്സ്. അപ്പോൾ വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത്. ഇപ്പോഴായാലും അത് തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞു. അന്ന് അവിടെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും പോഷക നദികളൊക്കെ ആവശ്യം പോലെ നമ്മൾ പറഞ്ഞു. അതിലൂടെയാണ് ഈ കണ്ട വിലപിടിച്ച സാധനങ്ങളെല്ലാം നഗരത്തിലേക്ക് അവർ കൊണ്ടുവന്നിരുന്നത്. ബ്രോൺസ് എന്നൊരു ഹെഡിങ് ടെസ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാം, വെങ്കലം ആദ്യം മനുഷ്യൻ കണ്ടുപിടിച്ചത് കോപ്പറാണെങ്കിൽ അതിൽ ടിന്നും കൂടെ ചേർത്ത് കുറച്ചും കൂടെ കട്ടിയാക്കി ബ്രോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എമർജ് ചെയ്യുന്നത് ബ്രോൺസ് ഏജിലാണ്, 3000 BC. അപ്പോൾ ഏതാണ്ട് നദീതട സംസ്കാരങ്ങളെല്ലാം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്. മെസപ്പൊട്ടോമിയയിലെ ഉപകരണങ്ങളും ആയുധങ്ങളും ഒട്ടുമിക്കതും ബ്രോൺസ് കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. അപ്പോൾ കാലത്തിന് ഉപകരണങ്ങളുടെ കാലം വെച്ച് നമ്മൾ സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, ഇപ്പോഴത്തെ അയൺ ഏജ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ പരീക്ഷാ സംബന്ധിയായിട്ട് പ്രാധാന്യമില്ലെങ്കിലും ബ്രോൺസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിങ്ങിലേക്ക് കടക്കാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്. When spoken sounds are represented in visible signs, it is called writing or script. അപ്പോൾ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞേക്കാണ്. When spoken sounds are represented in visible signs, it is called writing or a script. ഈ സംസാര ശബ്ദങ്ങൾ ദൃശ്യമായ ചിഹ്നങ്ങളിലേക്ക് മാറ്റുന്നതാണ് എഴുത്ത് അല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത്. സംസാര ശബ്ദങ്ങളെ ദൃശ്യമായ ചിഹ്നങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് എഴുത്തല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തിനും ഭാഷയുണ്ട്, പല രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ ശബ്ദങ്ങളെ കാണാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക്, ചിഹ്നങ്ങളിലേക്ക് മാറ്റുമ്പോൾ അതിന് എഴുത്തല്ലെങ്കിൽ ലിപി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. ദ ഫസ്റ്റ് മെസപ്പൊട്ടോമിയൻ ടാബ്ലറ്റ്സ് were written around 3200 BC. It was a pictographic writing. It contained pictures like signs and numbers. അപ്പോൾ ഫസ്റ്റ് മെസപ്പൊട്ടോമിയൻ ടാബ്ലറ്റ്സ്, ആദ്യത്തെ മെസപ്പൊട്ടോമിയയിലെ ടാബ്ലറ്റ്സ്, ഫലകങ്ങൾ were written around 3200 BC, 3200 BC-ക്കുള്ളിലാണ്. ഇറ്റ് വാസ് എ പിക്ടോഗ്രാഫിക് റൈറ്റിംഗ്. പിക്ടോഗ്രാഫിക് ചിത്രലിപികൾ. നിങ്ങൾ പണ്ട് ബാലരമയോ പൂമ്പാറ്റയോ നിങ്ങൾ ബാലമാസികളൊക്കെ വായിച്ചാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ചില കഥകളിലൊക്കെ ഒരിക്കൽ ഒരു മുതല എന്നൊക്കെ ഉണ്ടെങ്കിൽ മുതലയ്ക്ക് പകരം അവിടെ മുതലയുടെ പടം വരച്ച് വെക്കുക. എഴുത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ചിത്രങ്ങൾ കയറി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ അത് രസത്തിന് വേണ്ടി ആണെങ്കിൽ ഇവിടെ അതല്ല, ആ വാക്കുകൾ അവർക്കില്ല. ഒരാൾ ഒരു മാനിനെ കൊല്ലാൻ പോയി, ഒരാളെന്ന് കഴിഞ്ഞിട്ട് മാനിൻ്റെ പടം കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് പറ്റാത്ത സ്ഥലങ്ങളിൽ ആ പടം തന്നെ കൊടുക്കുകയാണ്. പിക്ടോഗ്രാഫിക്കാണ് ചിത്രലിപി. ഇറ്റ് കണ്ടെയ്ൻഡ് പിക്ചേഴ്സ് ലൈക്ക് സൈൻസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ചിത്രങ്ങളെ പോലെയുള്ള ചിഹ്നങ്ങളും അക്കങ്ങളും ഒക്കെ ചേരുന്നതാണ്. ദീസ് ഇൻക്ലൂഡ് അബൌട്ട് 5000 പിക്ചേഴ്സ് ലൈക്ക് സൈൻസ് ഓഫ് ഓക്സ് ആൻഡ് ഫിഷ് ആൻഡ് ബ്രെഡ് ലോസ്. ഒരു 10000 ചിഹ്നങ്ങളുണ്ട്. കാള, മത്സ്യം, റൊട്ടി ഇവയൊക്കെയുള്ള ചിഹ്നങ്ങൾ. റൈറ്റിംഗ് ബിഗാൻ വെൻ സൊസൈറ്റി നീഡഡ് ടു കീപ്പ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. എപ്പോഴാണ് റൈറ്റിംഗ് തുടങ്ങിയെന്നുണ്ടോ? സമൂഹത്തിനൊരാവശ്യം വന്നു, റെക്കോർഡുകൾ, രേഖകൾ സൂക്ഷിക്കാനുള്ള ആവശ്യം വന്നു. ഈ ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് എഴുത്തുവിദ്യ ആരംഭിക്കുന്നത്. മെസപ്പൊട്ടോമിയൻസ് റോട്ട് ഓൺ ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ. ഇനി അതെങ്ങനെയാണെന്ന് പറയുകയാണ്, ശ്രദ്ധിച്ചേ മനസ്സിലാവത്തുള്ളൂ. എന്നാലും നമുക്ക് ഇതുപോലെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. മെസപ്പൊട്ടോമിയൻസ് റോട്ട് ഓൺ ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ. അപ്പോൾ കളിമൺ ഫലകങ്ങളിലായിരുന്നു അവർ എഴുതിയിരുന്നത്. എ സ്ക്രൈബ് വുഡ് വെറ്റ് ക്ലേ ആൻഡ്
പാറ്റ് ഇറ്റ് ഇൻ ടു എ കംഫർട്ടബിൾ സൈസ് ടു ഹോൾഡ് ഇൻ വൺ ഹാൻഡ്. ഒരു എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ചെടുത്ത് സുഖകരമായി കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കും. കളിമണ്ണ് ഒരു ഫലകമായിട്ട്, ഒരു ടാബ്ലറ്റായിട്ട്, നനഞ്ഞ കളിമണ്ണ് ഒരു ചെറിയ ഫലകമായിട്ട് കുഴച്ചെടുത്ത് ഒരു കയ്യിൽ സുഖമായിട്ട് പിടിക്കാവുന്ന രീതിയിൽ പരുവപ്പെടുത്തി എടുക്കുന്നു. ഹി വുഡ് ദെൻ സ്മൂത്തൻ ഇറ്റ് സർഫസ്. എന്നിട്ട് അയാൾ അതിൻ്റെ ഉപരിതലം നല്ല നല്ല സ്മൂത്താക്കുന്നു, വൃത്തിയാക്കുന്നു, മെഴുപ്പാക്കുന്നു. വിത്ത് ദ ഷാർപ്പ് എൻഡ് ഓഫ് എ റീഡ് ഹി വുഡ് പ്രസ് വെഡ്ജ് ഷേപ്പ്ഡ് സൈൻസ് ഓൺ ടു ദ സ്മൂത്തൻ സർഫസ്. ആ നല്ല തെളിഞ്ഞ ഉപരിതലത്തിലോട്ട് ഷാർപ്പ് എഡ്ജുള്ള ഒരു സാധനം, അപ്പോൾ ഒരു നാരായം പോലുള്ള ഒരു സാധനം. നാരായം പണ്ട് ഓലകളിലുമൊക്കെ എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. നിങ്ങൾ പൂതപ്പാട്ടിലൊക്കെ ഇട്ടുണ്ടാകും, ഓല എഴുത്താണികളെ കളഞ്ഞിഞ്ഞണയൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എഴുത്താണി നാരായമാണ്, ഇരുമ്പ് കൊണ്ടൊക്കെ നിർമ്മിക്കുന്നതാണ്. ഇപ്പോൾ യക്ഷിക്കും പോത്തിനുമൊക്കെ അത് പേടിയായതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഇനി പോരാൻ പറയുന്നത്. ഇവിടെ ആ നാരായം പോലെ ഒരു മൂർച്ചയുള്ള സാധനം വെച്ചിട്ട് ഈ നനഞ്ഞ ക്ലേയിൽ ഇവർ എഴുതി ചേർക്കുകയാണ്. റീഡ് വുഡ് പ്രസ് വെഡ്ജ് ഷേപ്പ്ഡ്. ഏത് രീതിയിലാണ് നോക്കിയേ? വെഡ്ജ് ഷേപ്പ്ഡ്. അത് നമ്മൾ പറയാൻ പോകുന്നേ എന്താ ആ ഷേപ്പ് എന്ന്. വെഡ്ജ് ആകൃതിയിൽ, ആകൃതിയിൽ എഴുതി ചേർക്കുകയാണ്. ആ ആകൃതിയിലുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ക്യൂണിഫോം. സയൻസ് ഓൺ ടു ദ സ്മൂത്ത് ആൻഡ് സർഫസ് ഇറ്റ് വാസ് ദെൻ ഡ്രൈഡ് ഇൻ ദ സൺ. അപ്പോൾ എന്നിട്ട് ആ ഫലകം വെയിലത്ത് ഉണക്കിയെടുക്കും. ആദ്യം നനഞ്ഞ ചെളിമണ്ണ് കയ്യിൽ പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫലകമാക്കി കയ്യിലെടുത്തു. അതിൻ്റെ ഉപരിതലം നല്ല മിനുസപ്പെടുത്തി അതിലോട്ട് മനയുള്ള ഒരു സാധനം വെച്ച് വെഡ്ജ് ഷേപ്പ്ഡ് ആപ്പാകൃതിയിലായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ വെച്ച് എഴുതി തയ്യാറാക്കി. എന്നിട്ടത് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുന്നു. ഇനി അത് പൊട്ടിപ്പോകത്തില്ല. When the use of a written record was over, the tablet was thrown away. ആ റിട്ടേൺ റെക്കോർഡിൻ്റെ അങ്ങോട്ട് ഇത്ര കൊടുത്തു, ഇങ്ങോട്ട് ഇത്ര കൊടുത്തു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞെന്നിരിക്കട്ടെ, ഉപയോഗം കഴിഞ്ഞു, അത് അപ്പോഴേ എടുത്ത് കളയണം. എന്താ കാര്യം എന്നറിയോ? നിങ്ങളുടെ എഴുതിയ ബുക്കുകളെല്ലാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. നാളെ വെച്ചേക്കട്ടെ നിങ്ങൾക്ക് പഠിക്കാൻ. വൺസ് ദ സർഫസ് ഓഫ് ദ ക്ലേ ഡ്രൈഡ്, സയൻസ് കുഡ് നോട്ട് ബി പ്രസ്ഡ് ഓൺ ടു എ ടാബ്. ഒരു പ്രാവശ്യം എഴുതിയ അതിലോട്ട് പിന്നൊരിക്കലും ഒന്നും എഴുതി ചേർക്കാനോ ഒന്നും കഴിയത്തില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപയോഗവും അതുകൊണ്ടില്ല. അപ്പോൾ ആ ഇടപാട് കഴിയുമ്പോൾ അതങ്ങ് കളയുക. Therefore each transaction required separate written tab. This is why hundreds of tablets appear at Mesopotamian sites. മെസപ്പൊട്ടോമിയയിൽ നിന്ന് 100 കണക്കിന് ഫലകങ്ങൾ എടുക്കേണ്ടി വന്ന ഇതുകൊണ്ടാണ് ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. നമ്മുടെ ബുക്കിലായാലും മഷി കൊണ്ടൊരു തവണ എഴുതി അതേ നടക്കില്ലയോ. ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ സ്ലേറ്റായിരുന്നു ഉപയോഗിക്കുന്നത്. ഓരോ തവണ എഴുതി കഴിയുമ്പോൾ സ്ലേറ്റ് മായിച്ചിട്ട് വീണ്ടും അതിൽ തന്നെ എഴുതുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ ടാബ്ലറ്റ്സിനകത്തും ഒരു തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. അത് കളഞ്ഞിട്ട് അടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് പറ്റും. ദ റൈറ്റിംഗ് ഓഫ് മെസപ്പൊട്ടോമിയ ഈസ് യൂസ്ഫുൾ സോഴ്സ് ഫോർ ദ ഹിസ്റ്റോറിയൻ. എന്തായാലും ചരിത്രകാരന്മാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഴ്സായി. നോക്കിയേ, ഇന്ത്യ ചരിത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും വ്യക്തമല്ല. എന്താ? സൈന്ധവ ലിപി, നമ്മുടെ സിന്ധു നദിയുടെ ലിപി നമുക്ക് ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വി കാൺ ഡെസിഫർ ഇൻഡസ് സ്ക്രിപ്റ്റ്. അതേസമയം ക്യൂണിഫോം ലിപി അവർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ ടാബ് ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പം അതിൽ നിന്ന് നമുക്ക് ഹിസ്റ്റോറിയൻസിന് മെസപ്പൊട്ടോമിയയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. ക്യൂണിഫോം, നേരത്തെ ക്യൂണിഫോമിനെ കുറിച്ചുള്ള ചിത്രം കണ്ടല്ലേ. അപ്പോൾ ദ ടേം ക്യൂണിഫോം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്സ് ക്യൂനസ് ആൻഡ് ഫോമ. സാധാരണ മിക്ക വാക്കുകളും ഉണ്ടാകുന്ന പോലെ ഇതിൽ 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്, ക്യൂനസ്, ഫോമ. ക്യൂനസ് മീൻസ് വെഡ്ജ്, ആപ്പ് എന്നുള്ളതാണ് അർത്ഥം. ഫോമ മീൻസ് ഷേപ്പ്, ആകൃതി. ആപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈലൊക്കെ വന്നപ്പോൾ ആപ്പ് വേറെയാണ്. അപ്പോൾ ഈ തടിയാപ്പ് ഒരു സൈഡ് കൊണ്ട് കനം കുറഞ്ഞ, മറ്റേ സൈഡ് കൊണ്ട് മുകളിലോട്ടിരിക്കുന്ന. അപ്പോൾ അല്ലെങ്കിൽ നെയിൽ ഷേപ്പ്ഡ്, ചിലർ നഖമൊക്കെ വെട്ടി നിർത്തിയൊക്കെ കണ്ടിട്ടില്ലേ, കുത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളത്. ദ നെയിം ക്യൂണിഫോം ദസ് മീൻസ് വെഡ്ജ് ഷേപ്പ്ഡ്. അപ്പോൾ ക്യൂണിഫോം 2 അർത്ഥത്തോടെ ചേർന്ന് വെഡ്ജ് ഷേപ്പ്ഡ്, ആകൃതിയിലുള്ളത്. ബൈ 2600 BC the letters became cuneiform and the language was Sumerian. 2600 BC ആയപ്പോഴേക്കും എഴുതുന്ന അക്ഷരങ്ങൾ ക്യൂണിഫോമും ഭാഷ സുമേറിയനുമായി. റൈറ്റിംഗ് വാസ് മെയിൻലി യൂസ്ഡ് ഫോർ കീപ്പിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ആൻഡ് റോയൽ ഡിക്രീസ്. എഴുത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ഭരണപരമായ രേഖകൾ സൂക്ഷിക്കാനും റോയൽ ഡിക്രീസ്, രാജകീയ വിളംബരങ്ങളൊക്കെ അതും കാലങ്ങളിലേക്ക്
കാത്ത് രക്ഷിക്കാനും വെച്ചേക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു എഴുത്തുകൾ. ഇത് മാത്രമല്ല, ഇനിയും ഇവയുണ്ട്. ഇറ്റ് വാസ് ആൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡിക്ഷണറീസ്, മലയാളത്തിൽ നമ്മൾ നിഘണ്ടു എന്ന് പറയുന്ന ഡിക്ഷണറികൾ. ഗിവിങ് ലീഗൽ വാലിഡിറ്റി ടു ലാൻഡ് ട്രാൻസ്ഫേഴ്സ്, വസ്തു കൈമാറ്റങ്ങൾക്കൊക്കെ നിയമസാധുത. നമ്മളല്ലേ വസ്തുവൊക്കെ എഴുതി കൊടുക്കുക, ആധാരം രജിസ്റ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വസ്തു കൈമാറ്റങ്ങൾക്കൊക്കെ നിയമസാധുത, ലീഗൽ വാലിഡിറ്റി ആണെങ്കിൽ അത് എഴുതി വെക്കണം. നറേറ്റിംഗ് ദ ഡീഡ്സ് ഓഫ് കിങ്സ്, രാജാവിൻ്റെ പ്രവർത്തികളൊക്കെ വിവരിക്കുക. ആൻഡ് അനൗൺസിങ് ദ ചേഞ്ചസ് എ കിങ് ഹാഡ് മെയ്ഡ് ഇൻ ദ കസ്റ്റമറി ലാസ് ഓഫ് ദ ലാൻഡ്, ആ രാജ്യത്തെ നിയമങ്ങളിൽ ഒരു രാജാവ് വരുത്തുന്ന മാറ്റങ്ങൾ, മാമൂൽ നിയമങ്ങൾ, പഴയകാലം തൊട്ടേ നിലനിൽക്കുന്ന നിയമങ്ങളിൽ നമ്മൾ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പോലും നമ്മൾ ഭേദഗതി വരുത്തുന്നു. അതുപോലെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളൊക്കെ രാജാവിന് ഭേദഗതി വരുത്താം. ആ ഭേദഗതി വരുത്തുന്നതൊക്കെ എഴുതി വെക്കണം. ദ ക്യൂണിഫോം റൈറ്റിംഗ് ഓഫ് ദ സുമേറിയൻസ് വാസ് ദ ഇയർലിയസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് മെസൊപ്പൊട്ടോമിയ. മെസൊപ്പൊട്ടോമിയയിലെ ഏറ്റവും ആദ്യം അറിയപ്പെടുന്ന എഴുത്ത് ക്യൂണിഫോമാണ്. അപ്പം ഈ സുമേറിയക്കാരുടെ ക്യൂണിഫോമാണ്. ഇറ്റ് വാസ് ഗ്രാജുവലി റീപ്ലേസ്ഡ് ഇൻ 2400 BC ബൈ ദ അക്കാഡിയൻ ലാംഗ്വേജ്. അക്കാഡിയൻ ഭാഷ 2400 അതിനെ ഓവർടേക്ക് ചെയ്ത് കയറി വരികയും ചെയ്തു. ഇനി ദ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് നോക്കാം. സിസ്റ്റം ഓഫ് റൈറ്റിംഗ്. ദ സൗണ്ട് ദാറ്റ് ക്യൂണിഫോം സൈൻ റെപ്രസെൻറ്റഡ് വാസ് നോട്ട് എ സിംഗിൾ കൺസോണന്റ് ഓർ വവൽ. ദ സൗണ്ട് ദാറ്റ് ക്യൂണിഫോം, ഒരു ക്യൂണിഫോം ചിഹ്നം പ്രതിദാനം ചെയ്യുന്ന ശബ്ദം ഒരു ഏകവ്യഞ്ജനമോ സ്വരമോ അല്ല. ഒരു ഏകവ്യഞ്ജനമോ സ്വരമോ അല്ല എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ എ ബി എന്നൊക്കെ പറയുന്നോണോ അക്ഷരമൊന്നുമല്ല. ഇംഗ്ലീഷിൽ തന്നെ പുട്ട്, ഇന്ന് എന്നൊക്കെ പറയുന്നോണമുള്ള അക്ഷരങ്ങളായിട്ട് എടുക്കാം, അല്ലാതെ ഈ സിംഗിൾ അക്ഷരങ്ങളല്ല. ദസ് മെസപ്പൊട്ടോമിയൻ സ്ക്രൈബ്സ് ഹാഡ് ടു ലേൺ ഹൺഡ്രഡ്സ് ഓഫ് സയൻസ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഇംഗ്ലീഷ് 26 അക്ഷരം, മലയാളത്തിൽ എത്ര 56 അക്ഷരമോ. അപ്പോൾ ആ രീതിയിലൊന്നും അല്ല, 100 കണക്കിന് സിമ്പലുകൾ, ചിഹ്നങ്ങളെല്ലാം പഠിച്ചിരുന്നേ ഒരു മെസപ്പൊട്ടോമിയനിലെ എഴുത്തുകാരന് ഇത് പഠിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. ഹി വാസ് ടു ബി ഏബിൾ ടു ഹാൻഡിൽ എ വെറ്റ് ടാബ്ലറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് റിട്ടൺ ബിഫോർ ഇറ്റ് ഡ്രൈഡ്. അപ്പോൾ ഒരു നനഞ്ഞ ചെളി ഫലകം കയ്യിലെടുത്തു വെച്ച് അത് ഉണങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ തിരുത്താൻ പോലും പറ്റത്തില്ല. എഴുതി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ്. സോ റൈറ്റിംഗ് വാസ് എ സ്കിൽഡ് ക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ വിദഗ്ധമായ ഒരു കരകൗശല പണി തന്നെയാണ് റൈറ്റിംഗ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, മെസപ്പൊട്ടോമിയൻ റൈറ്റിംഗ് വാസ് കൺസിഡർ ആസ് എ സ്കിൽഡ് ക്രാഫ്റ്റ്. വൈ? എന്തുകൊണ്ടാണ്? ഒരു വിദഗ്ധ പണിയായിട്ട്. നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അത്ര വിദഗ്ധ പണി വല്ലോ ഒന്ന് പേനയും ബുക്കും ഒക്കെ ചോദിച്ചുകൊണ്ട് എഴുതാൻ അറിയാമെങ്കിൽ എഴുതി പോയാൽ പോരെ. ഇത് ഈ ചെളി പോവാത്ത രീതിയിൽ അതിനകത്ത് അത്ര വൃത്തിയായിട്ട് എഴുതിയെടുത്ത് ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധമായൊരു പണി തന്നെയാണ്. ദ റൈറ്റിംഗ് കൺവേഡ് ദ സിസ്റ്റം ഓഫ് സൗണ്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഇൻ വിഷ്വൽ ഫോം. അപ്പോൾ ഒരു ലാംഗ്വേജിനെ ഒരു ദൃശ്യമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഇച്ചിരി വിഷമമുള്ള രീതി തന്നെയായിരുന്നു. ലിറ്ററസി അവിടുത്തെ സാക്ഷരത. മെജോറിറ്റി ഓഫ് മെസപ്പൊട്ടോമിയൻസ് കുഡ് നോട്ട് റീഡ് ആൻഡ് റൈറ്റ്. ബഹുഭൂരിപക്ഷം മെസപ്പൊട്ടോമിയക്കാർക്ക് എഴുത്ത് വിദ്യയൊന്നും പിടിയൊന്നുമില്ല. ദെയർ വെർ ഹൺഡ്രഡ്സ് ഓഫ് സൈൻ ടു ലേൺ. അപ്പോൾ ഇത് തന്നെ അതിന് കാര്യം, 100 കണക്കിന് ചിഹ്നങ്ങളുണ്ട്. എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ വലിയ പാടാണ്. മെനി ഓഫ് ദം വെയർ വെരി കോംപ്ലക്സ്. ഭൂരിപക്ഷം എണ്ണവും വളരെ സങ്കീർണങ്ങളാണ്. ഇഫ് എ കിങ് വാസ് ലിറ്ററേറ്റ് ഇറ്റ് വുഡ് ബി റെക്കോർഡ് ഇൻ വൺ ഓഫ് ഹിസ് ഇൻസ്ക്രിപ്ഷൻസ് ആസ് ഹിസ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഒരു രാജാവ് സാക്ഷരനാണെങ്കിൽ അയാളെക്കുറിച്ചുള്ള ആ ശിലാലിഖിതങ്ങളിൽ അത് എടുത്തു പറഞ്ഞേക്കും അയാളുടെ ഏറ്റവും വലിയൊരു കഴിവായിട്ട്. അപ്പോൾ അയാൾക്ക് അക്ഷരവിദ്യ അറിയാമെന്നുള്ളത്. അപ്പോൾ നോക്കി ആ ലിറ്ററസിയുടെ കൊടുക്കുന്ന പ്രാധാന്യം എത്ര കൂടുതലാണെന്ന്. ദ യൂസസ് ഓഫ് റൈറ്റിംഗ് എന്നൊരു ഹെഡിങ് പുസ്തകത്തിലുണ്ട്. എഴുത്തുവിദ്യയുടെ പ്രാധാന്യം. ആൾറെഡി നമ്മൾ എഴുത്തുവിദ്യയുടെ പ്രാധാന്യം, അതിൻ്റെ എഴുത്തുവിദ്യയുടെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എഴുത്തുവിദ്യയുടെ ഉപയോഗം ആ രീതി പറയുകയല്ല, നിഘണ്ടുണ്ടാക്കാം, പിന്നെ ഭൂമിസംബന്ധമായ ക്രയങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ, രാജകീയ വിളംബരങ്ങൾ സൂക്ഷിക്കാം, രാജാവിൻ്റെ നിയമങ്ങൾ വരുന്ന മാറ്റങ്ങൾ സൂക്ഷിക്കാം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയാൻ വന്ന ചെറിയൊരു സ്റ്റോറിയാണ് ഇവർ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ഈസ് കണക്ഷൻ ബിറ്റ്വീൻ സിറ്റി ലൈഫ്, ട്രേഡ് ആൻഡ് റൈറ്റിംഗ്. നഗരജീവിതവും കച്ചവടവും എഴുത്തുവിദ്യയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ദിസ് കണക്ഷൻ ഈസ് നോൺ ആസ് ആൻ എപ്പിക് പോയം ഇൻ സുമേറിയ വിച്ച് ഈസ് റിട്ടൺ എബൌട്ട് എൻമർക്കർ. സുമേറിയയിൽ നിലനിന്നിരുന്ന ഒരു ഇതിഹാസ കാവ്യത്തിൽ ഇതിനെ കുറിച്ച് പരാമർശമുണ്ട്. ഉറൂക്കിലെ ആദ്യകാല രാജാവായ എൻമർക്കറെ കുറിച്ചാണ് ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. ഉറൂക്കിലെ ആദ്യകാല രാജാവിൻ്റെ പേരാണ്
എൻ മർക്കർ അദ്ദേഹത്തിനെ കുറിച്ചാണ് ഈ കാവ്യം എഴുതിയേക്കുന്നത്. ഉറൂക്ക് വാസ് എ മാഗ്നിഫിസന്റ് സിറ്റി. അപ്പോൾ എൻ മർക്കറുടെ ഈ ഉറൂക്ക് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് നഗരം എന്ന് തന്നെ അറിയപ്പെടുന്ന വളരെ മാഗ്നിഫിസൻ്റായ സിറ്റിയാണ് ഉറൂക്ക്. ട്രേഡ് വാസ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഇൻ സുമർ ബൈ എൻ മർക്കർ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കാണ് എൻ മർക്കർ എന്ന് പറഞ്ഞ രാജാവാണ് സുമേറിയയിൽ ആദ്യമായിട്ട് കച്ചവടം തുടങ്ങുന്നത്. ഇൻ ഏർലി ഡേയ്സ് ട്രേഡ് വാസ് നോട്ട് നോൺ. അതുവരെ ആർക്കും കച്ചവടത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ ഈ എപ്പിക്കിലെ ഇതിഹാസത്തിലെ വരികളാണ്. എൻ മർക്കർ വാണ്ടഡ് ലാപ്പിസ് ലസൂലി ആൻഡ് പ്രഷ്യസ് മെറ്റൽസ് ഫോർ ദ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് എ സിറ്റി ടെമ്പിൾ. എൻ മർക്കർ സെൻഡ് ഹിസ് മെസഞ്ചർ ടു ഗെറ്റ് ദം ഫ്രം ദ ചീഫ് ഓഫ് എ വെരി ഡിസ്റ്റന്റ് ലാൻഡ് കാൾഡ് അരാറ്റ. അരാറ്റ എന്ന് പറയുന്നത് ദൂരെയുള്ള ഒരു സ്ഥലത്തെ ഒരു മുഖ്യൻ്റെ അടുത്തുനിന്ന് ഇത് കിട്ടാൻ വേണ്ടി ഒരു മെസഞ്ചറെ അയക്കുന്നു. ഇനി ഈ കഥയിലും മെസഞ്ചറുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളുടെ വിവരണവും അവിടെ ചെല്ലുമ്പം ഈ അവിടുത്തെ മുഖ്യൻ ഇത് അരാറ്റയിലെ മുഖ്യൻ ഇത് കൊടുക്കുന്നില്ല, തിരിച്ചു വരുന്നു. അവസാനം സഹികെട്ട എൻ മർക്കർ എന്ത് ചെയ്യുന്നു, ഒരു ശിലാഫലകത്തിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതി അരാറ്റയിലെ മുഖ്യന് കൊടുത്തയക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖം രോഷാകുലമായി. വേറെ ഒന്നുമല്ല, അന്ന് എഴുത്തുവിദ്യ ഒന്നുമില്ല. അപ്പോൾ സംഗതി മറ്റേയാൾക്ക് എഴുത്തുവിദ്യ പിടുത്തമില്ലായിരിക്കും. അപ്പോൾ ദിസ് സ്റ്റോറി മേ നോട്ട് ബി ട്രൂ, ഇതൊരു പക്ഷേ ട്രൂ ഒന്നും ആയിരിക്കത്തില്ല. ബട്ട് വൺ തിങ് ഈസ് ക്ലിയർ ഫ്രം ദിസ് പോയം. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇൻ മെസപ്പൊട്ടോമിയ ട്രേഡ് ആൻഡ് റൈറ്റിംഗ് വാസ് ഓർഗനൈസ്ഡ് ബൈ കിങ്സ്. രാജാക്കന്മാരും കച്ചവടവും എഴുത്തുവിദ്യയും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഇതിന് എത്ര സുപ്പീരിയോറിറ്റി കൊടുത്തിരുന്നു, എഴുത്തുവിദ്യക്ക് എത്ര സുപ്പീരിയോറിറ്റി കൊടുത്തിരുന്നു എന്നുള്ളതും നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. ശിലാഫലകത്തിലല്ല, കളിമൺ ഫലകത്തിലാണ് ഇദ്ദേഹം കൊടുത്തുവിട്ട ഈ അക്ഷരങ്ങൾ കണ്ടിട്ട് അരാറ്റയിലെ രാജാവ് നെറ്റി ചുളിക്കുന്നത്. അപ്പോൾ നമുക്കാകെ ഇതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ദൂരദേശങ്ങളിലേക്ക് സന്ദേശം അയക്കാനും എഴുത്തുവിദ്യ സഹായകമാണെന്ന് ഈ കാവ്യം നമ്മോട് പറയുന്നു. നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. ശേഷം അടുത്ത ക്ലാസ്സിൽ. ശരി.